Praise the Lord. Praise the Lord. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. സന്നദ്ധരായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനം അറിയിക്കുകയാണ്. I want to declare my love and affection for everyone who is gathered here in the name of our Lord Jesus Christ. ഞാൻ വായിച്ച സങ്കീർത്തന ഭാഗത്തു നിന്നുമല്ല ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Today we are not meditating from the Psalms we have just read. മറ്റൊരു ഭാഗത്തു നിന്നാണ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Depending on the grace of God, I'm going to preach from a different section of the Bible. പ്രത്യേകിച്ച് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. I want to declare my love and affection for everyone who is gathered here in the name of the Lord Jesus Christ. വിശേഷിച്ച് ഇന്ന് നമ്മുടെ പുതുതായി നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയ ഷിജിൻ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for brother Shinu who is joining us here for the first time. അദ്ദേഹത്തെ ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. May the Lord bless him and help him. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ആവേശകരമായ ഒരു ചർച്ചയിലൂടെ കടന്നുപോയ ഒരാഴ്ചയാണ്. As we all know, the state of Kerala went through an excited public debate over the last 1 week. നമ്മുടെ ഛത്തീസ്ഗഡിൽ രണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക സിസ്റ്റേഴ്സ് അവർ അറസ്റ്റിലാകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. In the state of Chhattisgarh, 2 Catholic nun sisters were arrested. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് അലിഗേഷൻസ് ആണ് അവർക്ക് നേരെ ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Two allegations were leveled against them. ഒന്ന് മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ മതപരിവർത്തനവുമാണ് അവർക്കെതിരെ അടിച്ചേൽപ്പിക്കുവാനിടയായത്. They were slapped with human trafficking charges as well as forcible conversion charges. ഇത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലൊക്കെ എത്രമാത്രം ചർച്ചയായി എന്ന് എനിക്ക് അറിയത്തില്ല. I do not know how much debate this generated in Pentecostal churches. പക്ഷേ കേരളത്തിലുള്ളതായ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ശക്തമായ പ്രയാസവും ബുദ്ധിമുട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായ ഒരു വിഷയമാണ് ഈ വിഷയം. But this event caused a lot of distress and consternation among Christian circles in India. അങ്ങനെ 9 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ആ സഹോദരിമാർക്ക് ജാമ്യം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. And after 9 days in jail, they were finally given bail the other day. ഇത് സംബന്ധിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഡിസ്കസ് ചെയ്യുന്നതായ സമയത്ത് ഇതൊരു പുതിയ സംഭവമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. As we discuss these events, we must realize that this is not a new event. ഇന്നലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ എനിക്ക് നേരിട്ടതായ ചില പ്രയാസങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതായി ഞാൻ ഓർക്കുകയാണ്. I mentioned a few difficulties and persecutions that I personally experienced in my preaching yesterday and the fasting service. അത് ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ മധ്യപ്രദേശിൽ രത്തലാം എന്ന ഡിസ്ട്രിക്റ്റിലാണ് എനിക്ക് ആ പ്രയാസം നേരിടുവാനിടയായത്. This happened to me in the state of Madhya Pradesh in a place called Rathalam. ഞാൻ നാട്ടിൽ ഇന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി പേപ്പർ കട്ടിങ്സും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും എല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. I still keep paper cuttings of columns of that event. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ അനേക ദൈവദാസന്മാർ അനേക ദൈവമക്കൾ നോർത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് സുവിശേഷ വിരുദ്ധ സംഘടനകളുടെ പീഡനങ്ങളും ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. Many believers and pastors are suffering from persecution because of the name of the Lord Jesus Christ in the north of India. അന്നൊന്നും ഇത്രമാത്രം അല്ലെങ്കിൽ ആ വിഷയങ്ങളൊന്നും ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. But that has not generated as much debate as the present event. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം കേരളമെമ്പാടും അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. But due to the political circumstances presently in the state of Kerala, this event has generated a lot of debate. ദീർഘനാളുകൾ ജയിലിൽ കിടന്ന ദൈവദാസന്മാരെ നമുക്കറിയാം. There are many people many pastors who are personally known to me who have stayed in prison for many years. അനേക ദൈവസഭകൾ അത് പെന്തക്കോസ്ത് സഭയിലൊന്നുമില്ല, അനേക സഭകൾ തീക്കിരയായ സാഹചര്യങ്ങൾ നമുക്കറിയാം. We know about many churches of all denominations which were burnt to the ground. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സ്റ്റേറ്റിലുള്ളതായ ഞാൻ കാര്യങ്ങൾ വിശദീകരണത്തിലേക്ക് പോകുന്നു. ഒരു സ്റ്റേറ്റിലുള്ളതായ എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കാനുള്ള പദ്ധതികൾ
ചില നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ പദ്ധതികൾ ഒരുക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. We know that there was one incident where mass killings of Christians were organized on a statewide basis. ഇന്നലെ ഞാനത് ചെറുതായിട്ട് ഗൂഗിൾ ചെയ്ത് പോയി എത്ര പേര്, എത്ര സംഭവങ്ങൾ, എത്ര ഇൻസിഡൻസ് നടന്നു വന്നുള്ള ഏകദേശം ഞാൻ ഒന്ന് നോക്കിയിട്ട് ആക്യുറേറ്റ് ആയ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയ ഒരു കൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്താ പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടില്ല. Even when looking at how many incidents happened to churches and believers, I was not able to get an accurate statistics of the true number. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ പെന്തക്കോസ്ത് സമൂഹം പ്രത്യേകിച്ച് നമ്മൾ UK-യിലായിരിക്കുന്ന സമയത്ത് വളരെ സേഫായ ഒരു സോണിലാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. We all believe that we here in the UK are in a very safe situation. ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പെർസിക്യൂഷൻ എന്നുള്ള വിഷയം സംബന്ധിച്ചാണ്. Today I want to preach to you regarding the topic of persecution. Praise the Lord. Praise the Lord. ഹലോ, സാധാരണ നമ്മൾ ദാവീദിനെയും ഗോലിയാത്തിനെയും എല്ലാ ആഴ്ചയും കൊല്ലുകയല്ലേ, ഒരു മാറ്റം വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. We kill David and Goliath every single week, so let's try something different today. Praise the Lord. എന്താ ഈ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാല്? So what is persecution? എന്താ നിങ്ങളുടെ ഭാഷ ഒന്ന് പറയാം, എന്താണ് ഈ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ? Can you put into your own words what you think of persecution? പറഞ്ഞാട്ടെ. ഹലോ, ആർക്കും അടി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞു. Exactly. Violence because of the salvation or as a God's child, you know. പിന്നെ anything else? Exactly. It's there already. Then ഒരു ദൈവജനത്തെ സംബന്ധിച്ച് For a child of God, അവൻ കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, when he holds fast to the belief in his Lord Jesus Christ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട്, when he accepts the Lord Jesus Christ as his personal savior, അവൻ സ്നാനപ്പെട്ടതുകൊണ്ട്, as he is baptized, അവൻ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നത് കൊണ്ട്, as he lives in holiness and separation, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, നിൽക്കുന്നത് കൊണ്ട് അത് മുഖാന്തരം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനം മുഖാന്തരം അവന്റെ വിശ്വാസ മുഖാന്തരം അവർ അനുഭവിക്കുന്ന പീഡനത്തെ അല്ലെങ്കിൽ പ്രതികൂലത്തെയാണ് persecution എന്ന് പറയുന്നത്. So I define persecution as physical and mental difficulties that a person is subjected to because of the faith he holds and because of the gospel and scripture of Jesus Christ. നമുക്കിത് കേൾക്കുമ്പോൾ രോമാഞ്ചം വരത്തില്ല, കാരണം നമുക്ക് ആരും പെർസിക്യൂഷനിലൂടെ കടന്നു പോയിട്ടില്ല. None of this will resonate with any of you because we have not faced persecution personally. ആ പ്രതികൂലത്തിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്, അതുമായി റൺ ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പേജിലൊക്കെ നിങ്ങൾ കയറി ഇറങ്ങിയാൽ ക്രൈസ്തവ സഭ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണുവാനൊക്കെ വേണം ഇടയായി തീരും. There is a page called Persecution Relief which is run by believers which tracks all the persecution that believers face in India. പല സുവിശേഷ പീഡനങ്ങളും പുറത്തു വരികയില്ല, കാരണം നമ്മളൊരു എന്താ പറയുന്നത് ഒരു സ്കാറ്റേഡ് ആയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, പെന്തക്കോസ്ത് സമൂഹം സംബന്ധിച്ച് സ്കാറ്റേഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പല വിഷയങ്ങളും പുറത്തു വരുന്നില്ല. Many of these incidents of persecution are never known to the outside world because Pentecostals as a denomination is a scattered community. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിൽ എല്ലായിടത്തും, മിഡിൽ ഈസ്റ്റിൽ, അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ പറ്റി ചില വാട്സപ്പിൽ ഞാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുവാനൊക്കെ വേണം ഇടയായി തീർന്നു. But Christians face persecution everywhere in the world, whether it is in the Middle East or even Kerala or as a recent incident I heard from Wayanad. അതുപോലെ നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ്, ഇതൊക്കെ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സ്റ്റേറ്റുകളാണ്. Many believers in the north and northeast of India face persecution due to their faith. 2 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാട്ടെ. Let's go to 2 Timothy chapter 3 verse 12 please. 2 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ദൈവമക്കൾ ശ്രദ്ധിക്കണം, ആ ഭാഗം വായിച്ചാട്ടെ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. Yes, and all who desire to live godly in Christ Jesus will suffer persecution. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? You understand me?
നമ്മുടെ ജീവിതത്തിൽ പനി വരുന്ന കാര്യവും രോഗം വരുന്ന കാര്യവും അമ്മ വഴക്ക് പറയുന്നതിനും അപ്പം വഴക്ക് പറയുന്നതിനും ഭർത്താവ് വഴക്ക് പറയുന്ന കാര്യത്തെപ്പറ്റി അല്ല ഈ പ്രയാസം ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. When the apostle says you will suffer persecution, he's not saying, talking about day-to-day events like having a fight with your spouse or your parents or whatever. നമ്മുടെ എല്ലാ പെർസിക്യൂഷൻ എന്താണ്? നമ്മുടെ എല്ലാ പീഡനം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളാണ്. ഭാര്യ ഭർത്താവ് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ഭർത്താവ് വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, ആരെങ്കിലും കണ്ണു തുറിച്ച് നോക്കി, ഇതൊക്കെയാണ് നമ്മുടെ പീഡനങ്ങൾ എന്ന് പറയുന്നത്. When we think about persecution, we might think about day-to-day incidents like having a fight with your spouse or your parent or your mom or someone staring at you for too long. നമ്മൾ വായിച്ച വിശുദ്ധ വേദഭാഗം പറയുകയാണ്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക്, ശ്രദ്ധിച്ചോണം, ആർക്കാ? മനസ്സുള്ളവർക്ക് എന്തുണ്ട്? അവ മനസ്സില്ലാത്തവർക്ക്. അപ്പൊ നമ്മളൊക്കെ ഏത് കൂട്ടത്തിൽപ്പെടുക? So here in the scripture that we have just read, it said that all who desire to live godly in Christ Jesus will suffer persecution. So are we godly or not? ഹല്ലേലൂയ. Hallelujah. ഞാൻ തമാശ രൂപേണ പറഞ്ഞെങ്കിൽ പോലും വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. Though I said it facetiously, this is a meaningful word. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വില കൊടുക്കേണ്ട ഒരു ജീവിതമാണ്, സാക്രിഫൈസ് ചെയ്യേണ്ട ജീവിതമാണ്. ആ സാക്രിഫൈസ് ചെയ്യുന്ന, വില കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഈ ഭൂമിയിലുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ നമുക്ക് പറയുകയാണ്. The Bible itself reminds you that if you want to live a godly life as a Christian, then you will have to pay a price for it. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വേദഭാഗം വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 5 അതിന്റെ 10 മുതൽ 12 വരെ. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. മർക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ അതിന്റെ 12 വരെയുള്ള വേദഭാഗമാണ് വായിക്കുന്നത്. ഇവിടെ പറയുന്നു, നീതി നിമിത്തം, കണ്ടോ, നീതി നിമിത്തം എന്ത് ചെയ്യുന്നവരാ? നമ്മളെല്ലാവരും നീതി ചെയ്യുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്ന അറിയാമോ? ഞാൻ ഒരു നീതി ചെയ്താൽ ജനം എന്നെ എന്ത് ചെയ്യണം? മാനിക്കണം. Here we read that blessed are those who persecuted for righteousness' sake. So many of us expect that we will be honored when we act righteously. വിശുദ്ധ വേദഭാഗം പറയാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തത്. But yet the Bible says, blessed are those who are persecuted for righteousness' sake. ആരാ സ്വർഗത്തിൽ പോകുന്നത്? നമ്മൾ എത്ര പേരാ പടിയെന്ന് കയറും? For theirs is the kingdom of heaven. എന്നാലും പറഞ്ഞതുപോലെ നമ്മുടെ മിക്ക ആൾക്കാരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണ് ഭൂമിയിലെ ഏറ്റവും ഹയസ്റ്റ് സ്പിരിച്വാലിറ്റി. അത് പറഞ്ഞാൽ നമ്മളിവിടെ പോകുന്നുള്ളതാണ്, വെറുതെയാ. ഞാനത് പറയുന്നയാളാണ്, ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നയാളാണ്. എന്നാൽ അത് മാത്രം പോരാ. ദൈവത്തിൻ്റെ വചനം, ആത്യന്തികമായ ആത്മീയ സന്തോഷം എന്താണ്? ഇന്നലെ നമ്മൾ വായിച്ചല്ലേ, ഇന്ന് നമുക്ക് സമയമില്ല, ഞാൻ വായിപ്പിക്കുന്നില്ല. ഇന്നലെ വായിച്ച വേദഭാഗമാണ്. എനിക്കൊന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം ഒന്നുകൂടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താ ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ആത്യന്തികമായ ആത്മീയ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പലതുമല്ല എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. Many people consider speaking in tongue, the gift of speaking in tongues, as the highest form of spirituality. I promote the gift of tongues, I encourage it, but at the same time that is not the highest form of spirituality. Amen. Amen. അവിടെ പറയാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who are persecuted for righteousness' sake. അങ്ങനെ ഉള്ളവർക്ക് എന്ത് കിട്ടും? സ്വർഗരാജ്യം. അങ്ങനെയുള്ളവർ അങ്ങനെ സ്വർഗരാജ്യം അവർക്കുള്ളത്. അടുത്തത് കേട്ടോണം, എന്റെ നിമിത്തം. ആരെ കണ്ടോ? നമ്മൾ പറയും ഇതങ്ങ് പറയാതിരുന്നാൽ പോരെ. ഏതാ സുവിശേഷം അങ്ങ് പറയാതിരുന്നാൽ പറ്റുമോ? ഒരു ദൈവജനെ സംബന്ധിച്ച് സുവിശേഷം പറയാതിരിക്കാൻ പറ്റുമോ? നീ വേലയ്ക്ക് ഇറങ്ങിയവനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സുവിശേഷം പറയും, അല്ലേ? ഇവിടെ പറയാണ്, കർത്താവ് പറയുകയാണ്, ഇതെല്ലാം മുന്നമേ കണ്ടുകൊണ്ട്. കർത്താവ് വലിയ പുള്ളിയാണ്. കാരണം അറിയാമോ, ഈ സംഭവം എല്ലാം മുന്നമേ എന്ത് ചെയ്തിട്ടുണ്ട്? ആണ് പറയുന്നത്, എൻ്റെ നിമിത്തം, കർത്താവിൻ്റെ നിമിത്തം. കണ്ടോ, 2 സഹോദരിമാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഇന്നലെ കൊണ്ടുപോയത്. ആ സമയത്താണ് എന്തെല്ലാമാക്കി? മതപരിവർത്തനമാക്കി, പിന്നെന്തോ ആക്കി? മനുഷ്യക്കടത്ത്. 18, 19, 20 വയസ്സുള്ള പിള്ളേരെ എന്ത് ചെയ്യുക? ജമിയാണ് എടുത്തോണ്ട് പോകാന്ന് പറയാം, അല്ലേ? നലച്ചു നോക്കിയ മനുഷ്യക്കടത്താക്കി. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യൻ എന്ത് ചെയ്യുക? ഉപദ്രവിക്കുകയാണ്. Blessed are you when they revile and persecute you and say all kinds of evil against you falsely for my sake. The 2 nun sisters, they were taking 2 people with them so that they could find jobs for them, and they were trying to do a good thing, but yet they were reviled for doing the right thing. എന്നെ ഇന്നലെ വിഷമിപ്പിച്ച വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. So I want to say something that brought sorrow to me yesterday. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ചില സംഘടനകളിലെ ആളുകൾ പോലും ലൈവ് ഇട്ട സമയത്ത് ഈ
പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ അവർ സംസാരിക്കുന്ന കാണുവാനിടയായി തീർന്നു. I saw many people who are ostensibly speaking for Christians, live streaming their views and speaking against these nuns. അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, എന്താണ് പറയുന്നത്, പല തലപ്പത്തുള്ള ആൾക്കാർക്കും ഈ സുവിശേഷം വേണ്ട രീതിയിൽ അവൻ്റെ ഉള്ളിൽ ഇല്ല. അവരുടെ ഇഷ്ടം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമാണ് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. Perhaps they were saying this for their political profit, but it brought sorrow to me because many people who are at the top of organizations are speaking only with a political motivation. അവിടെ പറയുകയാണ്, എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. Here we read in verse 11, "Blessed are you when they revile and persecute you and say all kinds of evil against you falsely." അടുത്തത് പറയുകയാണ്, എന്താ പറയുന്നത്? അടുത്ത ഭാഗം എന്താ? The next line we read, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം കണ്ടോ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. "Rejoice and be exceedingly glad, for great is your reward in heaven, for so they persecuted the prophets who were before you." അപ്പോൾ ഈ രണ്ട് കന്യാസ്ത്രീമാരോ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ച മറ്റ് ദൈവദാസന്മാരോ അച്ഛന്മാരോ ആരും ആയിക്കൊള്ളട്ടെ, CSI പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മറ്റ് ഇതര നോമിനൽ സഭകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവരൊന്നും അനുഭവിച്ചതും അല്ല. പണ്ടേ പ്രവാചകന്മാരുടെ കാലത്തെ എന്തുണ്ട്, ഈ പെർസിക്യൂഷൻ ഉണ്ടെന്നുള്ളതായ തിരിച്ചറിവ് നാം മനസ്സിലാക്കണം. So we must realize that persecution started quite early. It did not start with these sisters. It did not start with the many preachers representing all kinds of denominations in the north of India, but rather it started from the time of the ancient prophets. പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമത്തിലേക്ക് പെർസിക്യൂഷൻ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ്. പുതിയ നിയമത്തിലേക്ക്. So I want to focus on the persecution as described in the New Testament. നമുക്ക് പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട് അല്ലേ? പുതിയ പുസ്തകത്തെ എത്ര തിരിച്ചിരിക്കുന്നു? എത്രയായിട്ടാ? രണ്ടായിട്ട്. So the Bible is divided into two sections, the Old Testament and the New Testament. പണ്ട് കല്യാണം കഴിക്കാൻ ചെന്ന് ചെറുക്കനോട് അച്ഛൻ ചോദിച്ചു, മോനെ 10 കൽപ്പന എത്ര ഉണ്ടെന്ന്? നിങ്ങൾക്കറിയാം 10 കൽപ്പന. അപ്പോൾ ആദ്യം പോയ പുള്ളി പറഞ്ഞു, ഞാൻ 10 കൽപ്പന 12 വരെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അച്ഛൻ എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ സുവിശേഷം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമം, രണ്ട് പുതിയ നിയമം. So the scriptures are divided into two sections, the Old Testament and the New Testament. വിഷയത്തിലേക്ക് വരാം. അവിടെ കർത്താവിനെ എടുക്കാം. So let us take the example of our Lord Jesus Christ. കർത്താവിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ അനുഭവിച്ചതാരാ? ഹലോ, നമ്മുടെ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്, ഇത് വെച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച വ്യക്തി കർത്താവാണ്. The person who experienced the greatest form of persecution is our Lord Jesus Christ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യൻ. He did not hurt even an ant. അല്ലേ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ്. The person who came down to save humanity. സർവ്വരോഗികൾക്ക് സൗഖ്യം കൊടുത്തവൻ. The great healer who healed everyone. എല്ലാവരും തള്ളിക്കളഞ്ഞ കുഷ്ഠരോഗികളെ പോലും സൗഖ്യമാക്കിയവൻ. The one who healed the lepers who were rejected by everyone else. ശ്രദ്ധിച്ചോണേ, ആ കർത്താവിനെ പോലും ഒരു വെറുതെ വിട്ടില്ലെന്നുള്ളതാണ്. They did not spare even our Lord. കർത്താവിനെ വെറുതെ വിട്ടില്ലേ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ? So if they did not spare our Lord, do I need to speak more for ourselves? Praise the Lord. 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 നിന്നെ വാലല്ല തലയാക്കുമെന്ന് ഞാൻ പറയാത്തത് കൊണ്ട് ആരെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? Is anyone a bit disheartened because I'm not saying I will make you the head, not the tail? അല്ലേ? എത്ര ആയാലും നമുക്കത് വേണം. ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല, നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നുന്നത്. I'm not blaming any of you because we have been indoctrinated into that level of thinking. So കർത്താവായ യേശു ക്രിസ്തു അവൻ കഷ്ടം അനുഭവിച്ചു, വേദന അനുഭവിച്ചു, നിന്ദ അനുഭവിച്ചു. അവൻ 3 ആണികളെ മേൽ തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. അല്ലേ? ആ ക്രൂശി കടക്കുമ്പോഴും കർത്താവിനെ അവർ വെറുതെ വിട്ടില്ല. അല്ലേ? അതിന്റെ ഇത് ചെയ്തു, അവർ കുന്തം കൊണ്ട് ആഞ്ഞ് കുത്തുവാനിടയായി തീർന്നു. So the Lord, they did not persecute, they persecuted our Lord Jesus Christ and subjected him to pain and torture and suffering. But even as he lay on the cross on 3 nails, they still did not spare him and they pierced his side.
നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണശേഷം ശിഷ്യന്മാര് പലയിടങ്ങൾ ഈ പീഡന മുഖാന്തരമായി പേടിച്ച് ഭയപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു പോകുവാനിടയായി തീർന്നു. We know that the disciples of our Lord were scattered to many different places as a result of persecution after his death. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? Who is the first martyr of the Christian church? മറന്നു പോകല്ല, അത് പറഞ്ഞു മലയാളത്തില് Stephen. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്റ്റീഫൻ അല്ലെങ്കിൽ സ്തേഫാനോസ് എന്ന് പറയുന്നത്. The first martyr of the Christian church is Saint Stephen. ആമേൻ, ഹല്ലേലൂയ. Hallelujah. ശ്രദ്ധിച്ചോണേ, അദ്ദേഹം സന്നദ്രീം സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, as he was standing before the Sanhedrin, അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയായിരുന്നു. He did not say, I made a mistake, could you please apologize, could you please forgive me? Hello. സന്നദ്രീം സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, as he stood before the Sanhedrin, വളരെ വ്യക്തമായ സുവിശേഷം, he spoke the clearest form of gospel. സന്നദ്രീം സംഘത്തോട്, അവിടെ കൂടി വന്ന ജനത്തോട് വിളിച്ചു പറയുവാനൊക്കെ വേണം ഇടയായി. He preached the gospel to the council of Sanhedrin as well as the people gathered there. നമ്മളായിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടേനെ. We would have written a statement of apology and got out of it. കാരണം അതിനു മുമ്പ് അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മുടെ കൂട്ടുകാർ പറയും നീ മഹാഭോഷനാണെന്ന് പറയും. ആ കർത്താവിന് വേണ്ടി അങ്ങനെ ആരും മരിച്ചിട്ടില്ല അല്ലേ? ഉണ്ടോ അതിനു മുമ്പ്? ഇല്ല, കർത്താവിന് വേണ്ടി ആരും മരിച്ചിട്ടില്ല. ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഒരു വാക്ക് എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ആവർത്തിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവസാനിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമോടെ അവസാനിക്കും. പക്ഷെ കർത്താവിന് വേണ്ടി നേരോടെ നിന്നതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. If only Saint Stephen had written out an apology and given it to the council, he would have been saved. But because he stood for what is right, he was persecuted and stoned to death. കല്ലെറിഞ്ഞവർ കണ്ടത് ആ പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ആ സ്തേഫാനോസിന്റെ മരണമാണെങ്കിൽ, കല്ലേറുകൊണ്ട് സ്തേഫാനോസ് കണ്ടത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും അല്ലേ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതുമായ കർത്താവിനെയുമാണ് ആര് കണ്ടത്? സ്തേഫാനോസ് കണ്ടത്. ഈ ഭൂമിയിൽ നമ്മൾ ദീർഘകാലം ദൈവമില്ലാതെ ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ് ജീവിതം. കുറച്ചാണെങ്കിലും സാരമില്ല, ദൈവത്തെ യഥാർത്ഥമായി കണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട പറയുന്നത്. Even though the people who are gathered for the execution of Saint Stephen saw a man dying, Stephen himself saw the heavens open and the Son of Man standing by the right hand of the Father. And just to put it into perspective, you might live a long life and never see the Lord, but Stephen had a short life, but yet he had the privilege of seeing the Lord in that very short time. Praise the Lord. Praise the Lord. നമുക്ക് ഏറ്റവും കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ പൗലോസ് എന്ന് പറയുന്നത്. Many of us consider Apostle Paul to be our favorite person in the Bible, next only to Jesus Christ. അല്ലേ, വളരെ ശക്തമായ വളരെ ധൈര്യത്തോടെ ശക്തമായ വേല ചെയ്ത മനുഷ്യരാണ് അപ്പോസ്തലനായ പൗലോസ്. He did many great things for the Lord in the power of his Holy Spirit. അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? Do you know how his end was? അറിയാമോ? Do you know? നീറോയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞു. പൗലോസിന്റെ തല വെട്ടിക്കളഞ്ഞു നീറോയുടെ കാലത്ത്, നീറോ ചക്രവർത്തിയുടെ കാലത്ത്. He was beheaded during the reign of Emperor Nero. ആമേൻ. Hello, praise the Lord. ആമേൻ. പത്രോസിനെ പറ്റി പത്രോസ്, do you know about Apostle Peter? അല്ലേ? അദ്ദേഹത്തെ വായിക്കേണ്ട അപ്പോസ്തല പ്രവൃത്തി 4, 5, 12 അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കൊലക്കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ മോഷണം ചെയ്തിട്ടൊന്നുമല്ല, പലവട്ടം സുവിശേഷത്തിന്റെ പേരിൽ ജയിലുകൾ കയറി ഇറങ്ങുവാനിടയായി തീർന്നു. Apostle Peter was jailed several times according to Acts chapter 4, 5 and 12, even though he did not commit a single wrongdoing. അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. There's something special about the death of Apostle Peter. ട്രഡീഷൻ പറയുന്നത്, ചർച്ച് ഹിസ്റ്ററി പറയുന്നത്, അദ്ദേഹത്തെ എന്ത് ചെയ്താ പറയുന്നേ? പത്രോസ്, അതായത് നമ്മുടെ കത്തോലിക്ക സഭയുടെയൊക്കെ ഒന്നാമത്തെ പോപ്പിന്റെ കാര്യം പറയുന്നത്. ഒന്നാമത്തെ പോപ്പിനെ പോലും ഇവരെന്ത് ചെയ്തെന്നാ പറയുന്നത്? പെർസിക്യൂട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ കൊന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ എന്താ? തല കീഴായി. ട്രഡീഷൻ പറയുന്നത് തല കീഴായി ഒരു കുരിശ് നമ്മൾ വരച്ചാൽ തല താഴെയും കാല് മുകളിലുമായി തല കീഴായി ക്രൂശിച്ചു എന്നാ പറയുന്നത്. The tradition and church history say that when Apostle Peter was executed, he was crucified upside down. So even the first ostensible Catholic Pope was executed upside down. Hello? ഒരു ആമേൻ പറയാമോ? Can someone say amen? Praise the Lord. ആമേൻ എന്ന് പറഞ്ഞാൽ
ആമേൻ എന്ന് പറഞ്ഞാൽ Do you know the meaning of amen? Praise the Lord. അങ്ങനെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്ഥാപകയോഹന്നാൻ സത്യം വിളിച്ച് പറഞ്ഞ മനുഷ്യനായിരുന്നു സ്ഥാപകയോഹന്നാൻ. So John the Baptist was someone who was a truth teller. അല്ലേ? ഹലോ പറഞ്ഞേ, സ്ഥാപകയോഹന്നാന്റെ അവസാനം എങ്ങനെയായിരുന്നു? What was the end of John the Baptist's life? പറ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഒന്നാം തരം കോടീശ്വരന്മാരവരൊക്കെ. If they had lived in this time and era, they would have become millionaires. ആണോ അല്ലയോ? Yes or no? കഷ്ടത പറഞ്ഞ കോടീശ്വരന്മാരായ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. There are many people who talk about their difficulties and become rich. ഇന്നത്തെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ, ഇന്നത്തെ നമ്മുടെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ പൗലോസ്, പത്രോസ്, സ്ഥാപകയോഹന്നാന്, അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ളവർ, പിമ്പിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി. കാരണം എന്താ? സുവിശേഷം വിറ്റവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ അന്നുണ്ടായിരുന്ന യോഹന്നാൻ സ്ഥാപകൻ സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കഴുത്തിനു മുകളിൽ തലയില്ലായിരുന്നു. So if these people, Peter, Apostle Paul, Peter, John the Baptist, if they had lived in this day and age, then they would have become some of the biggest millionaires who the world had ever seen by selling the gospel. അതുപോലെ ഈ യോഹന്നാന്റെ ചരിത്രം എടുത്ത്, യോഹന്നാന്റെ If you look at the history of John the Apostle, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവസാനം ആ പുള്ളിയെങ്കിലും പ്രായമായി മരിക്കാം, കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പുള്ളിക്കെങ്കിലും അല്ലെങ്കിൽ യോഹന്നാനെങ്കിലും പ്രായമായി മരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ നമ്മൾ ചിന്തിച്ചാണ്. You might have thought at least had a natural death. ഹല്ലേലൂയ. കാരണം അദ്ദേഹം മരണം വരെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അദ്ദേഹത്തിന് തല വെട്ടിക്കളയായിരുന്നു. But if you look at his life, rather than living the life that he did live, it would have been better for him to be executed by beheading. അദ്ദേഹം അനുഭവിച്ചത് എന്തുവാ? What experiences did he go through? പല തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു. He was tortured. നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, തളച്ച എണ്ണയിലിട്ടെന്നാ പറയുന്നത്. He was put into boiling oil. പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. He was exiled to the island of Patmos. അല്ല, മരണം കാത്ത് പത്മോസിന്റെ ദ്വീപില് കടക്കുന്നൊരു ഒരു കടപ്പുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഈജിയൻ കടയിൽ നിന്നുള്ളതായ കടൽത്തിര അടിച്ച് തനിക്ക് മുമ്പേ അവിടെ എത്തിയവരുടെ അസ്ഥികൂടങ്ങൾക്കിടയിൽ മരണം കാത്തു കിടക്കുന്ന ഒരു യോഹന്നാനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. When you look at the scriptures, you can see John the Apostle on the island of Patmos in the middle of the Aegean Sea, sitting amongst the skeletons of the people who had been exiled to that island before him, waiting for his imminent death. Praise the Lord. Praise the Lord. അവിടെ കടന്നപ്പോഴാണ് വെളിപ്പാട് കിട്ടിയത്. പല പ്രശ്നം വന്നാലും നമുക്ക് എന്ത് ചെയ്ത്, പല പ്രശ്നങ്ങളിടയിൽ ദൈവപ്രവൃത്തി എപ്പോഴും വെളിപ്പെടുന്നത്. But that is when he got the book of Revelation, and this is a point I want to make. It is when you go through trouble that God reveals himself. Praise the Lord. അവിടെ കടന്നുകൊണ്ട് ആത്മവിശുദ്ധയിലായപ്പോൾ ദൈവം ഇടപെട്ടതാണ് വെളിപ്പാട് പുസ്തകമായി ഇന്ന് നമ്മുടെ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം. And it is only because God came down to him and revealed himself and placed him in a spiritual trance that we have the book of Revelation here with us. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സഹോദരനായ ഒരു യാക്കോബുണ്ട്. If you study the scriptures, you can see James, the brother of John. കേട്ടിട്ടുണ്ടോ? Have you heard of him? സഹോദരനായ യാക്കോബ്. James, the brother of John. അദ്ദേഹം എങ്ങനെ മരിച്ചേ? How was he executed? പട്ടുമത്തെ കിടന്നാണോ? ഹെരോദാവ് അവരെ വെട്ടിക്കൊന്നതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. We read that he was executed by beheading by Herod. ഹല്ലേലൂയ. Hallelujah. അത് മാത്രമല്ല, സ്തേഫാനോസിന്റെ നമ്മൾ പറഞ്ഞ സ്തേഫാനോസിന്റെ മരണശേഷം സഭ എന്തെന്നില്ലാത്ത പീഡനം അനുഭവിക്കുകയും സഭ സ്കാറ്റേഡ് ആവുകയും ചെയ്തു. ഇത് പെന്തക്കോസ്തുകാര് ആദ്യത്തെ നമ്മുടെ ഇന്ന് കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും CSIക്കാരും പെന്തക്കോസ്തുകാരും എല്ലാം പിതാക്കന്മാരെന്ന് പറയുന്നവരുടെ ചരിത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അല്ലാതെ പെന്തക്കോസ്തുകാരുടെ പിതാക്കന്മാരുടെ കാര്യം മാത്രമല്ല. I'm not talking about the spiritual forefathers of just the Pentecostals. I'm talking about the spiritual forefathers of all Christian denominations, whether it be Catholic, Orthodox, CSI, Marthoma or whatever. All went through the same suffering and were scattered following the persecution that resulted after the death of Saint Stephen. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ ദൈവം എന്തുകൊണ്ട് പീഡനം അനുവദിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. So let us examine in the light of the scriptures what the Lord says about persecution. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം why we need to have a persecution. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പെർസിക്യൂഷൻ
അല്ലെങ്കിൽ സഭയ്ക്ക് നേരിടുന്നു എന്നുള്ളതാണ്. So let us examine why the church or we go through persecution. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 6-7 വാക്യം. In this you greatly rejoice, though now for a little while, if need be, you've been grieved by various trials, that the genuineness of your faith, being much more precious than gold that perishes, though it is tested by fire, may be found to praise, honor, and glory at the revelation of Jesus Christ. നിങ്ങൾ ഈ ഭാഗം വ്യക്തമായി വ്യാഖ്യാനിക്കുവാനും പ്രസംഗിക്കുവാനും എനിക്ക് സമയമില്ലെങ്കിൽ പോലും ഞാൻ ചുരുക്കം വാക്കിൽ പറയാം. I do not have the time to properly go through and interpret these scriptures. നമ്മിലുള്ള വിശ്വാസം, The faith that's in us, ആ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഉള്ള ഒരു പ്രധാന ഘടകമാണ് ഈ പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. the persecution that we face, it is to stabilize us and test the genuineness of our faith. പഴയ നിയമത്തിൽ ഞാൻ ഉദാഹരണം പറയാം. I can give you an example from the Old Testament. നെബൂഖദ്നേസർ രാജാവ് ഒരു കാര്യം ചെയ്തു. King Nebuchadnezzar did a certain thing. അദ്ദേഹം ഒരു ബിംബത്തെ ഉയർത്തുവാനിടയായി, ഒരു ബിംബത്തെ, ഒരു സ്റ്റാച്യുവിനെ ഉയർത്തുവാനിടയായി. He created an image or a carved statue. എന്നിട്ട് എന്ത് ചെയ്തു? ജനത്തോടെല്ലാം അദ്ദേഹത്തെ വണങ്ങുവാനും ആരാധിക്കുവാനും പറഞ്ഞു. And then he told all the people to bow down and worship it. Praise the Lord. Praise the Lord. അതിൽ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ത് ചെയ്തില്ല? അതിനെ വണങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. So Shadrach, Meshach and Abednego did not bow down and worship it. അപ്പോൾ നമുക്കറിയാം എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അവരെന്ത് ചെയ്തു? തീയിലേക്ക്, ഫർണസിലേക്ക് അവരെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And because of that, they were sentenced to be executed by being thrown into a fiery furnace. അതിന്റെ അവസാന നിമിഷം വരെയും അവർ എൻ്റെ ജീവിതം അബദ്ധം പറ്റിയല്ലോ എന്ന ചിന്താഗതി അവർക്കുണ്ടായില്ല. But even to the end, they did not say, "Oh, we made a mistake." ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വന്നിട്ട് ഒരു പനി വരുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോഴോ ദൈവമേ ഞാൻ ഇതിലേക്ക് ഇറങ്ങണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ദാസന്മാർ അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ ആ കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ആ 3 സഹോദരങ്ങൾ അല്ലെങ്കിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Even as many people who come to the Christian faith often blame themselves and think that they have made a mistake, these people, these children of God, they did not think even to the end that they had made a mistake in going with the Lord. അവർ ആ തീയിലേക്ക് പോയതായ സാഹചര്യത്തിൽ നാലാമനായ ദൈവത്തിന്റെ സാന്നിധ്യം ആ തീയിലേക്ക് ഇറങ്ങുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. And we can see that as they were thrown into the furnace, the Lord came down to them as the 4th person in that furnace. അവരുടെ വിശ്വാസത്തെ ദൈവം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. And the Lord made certain their faith. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ദൈവസഭയുടെ കഷ്ടത എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഘടകമാണ്. Today, children of God who are gathered here for worship, I want to remind you, persecution is what tests the genuineness of the faith and stabilizes it. നാം ഈ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ പീഡനത്തെ ഓർത്ത് നാം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. As we are gathered here for worship, we must pray for all those who are being persecuted for their Christian faith. എല്ലാവരും വിചാരിക്കുന്നത് ക്രൈസ്തവരെ പീഡിപ്പിച്ചാൽ ഇവരെ അവസാനിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. Many people think that once you persecute Christians, they will drop their faith. ഇതൊരു പ്രത്യേക ബാക്ടീരിയ കൂട്ടാണ്, ഒരു പ്രത്യേക എന്താ പറയുന്നത്, ഇത് വിശുദ്ധ അല്ലെങ്കിൽ ദൈവജനം എന്ന് പറഞ്ഞാൽ അവരെ എത്രമാത്രം, അതിൻ്റെ സത്യമാണ് ഞാൻ പറയുന്നത്, വളരെ ഫാക്റ്റായ കാര്യമാണ്. ചരിത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചർച്ച് ഗ്രോത്ത് അല്ലെങ്കിൽ ചർച്ച് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ചർച്ച് ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ വായിക്കാൻ നോക്കിയോ, കിട്ടുകയാണെങ്കിൽ ലഭ്യമാണെങ്കിൽ വായിക്കണം. എവിടെയെല്ലാം സഭകൾക്ക് പീഡനമുണ്ടായോ, എവിടെയെല്ലാം ശക്തമായ പ്രതികൂലമുണ്ടായോ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ സഭ ശക്തമായി വളർന്നെന്നാണ് നമ്മൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. But if you look to the world church history or the Indian church history, we can see that whenever there was persecution, the church grew explosively. ആമേൻ. അപ്പോൾ സഭ വളർന്നിട്ട് യെരൂശലേമിൽ ഞാൻ പറഞ്ഞല്ലേ, ഈ സ്തെഫാനോസിന്റെ മരണശേഷം ഇവര് വിചാരിച്ചു ഇവരെ എല്ലാം കൂടെ അടിച്ചങ്ങ് ഓടിച്ചാൽ വിഷയം തീരുമെന്ന് വിചാരിച്ച് ഈ സ്തെഫാനോസിന്റെ മരണശേഷം സഭയെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. സംഭവിച്ചത് എന്താ? ഇവരെവിടെല്ലാം പേടിച്ചു പോയോ അവിടെ എല്ലാം ചെന്ന് എന്ത് ചെയ്തു? സഭ സ്ഥാപിച്ചു.
ആ സഭ ശക്തമായിട്ട് അങ്ങ് വളരുവാനൊക്കെ വേണം. അങ്ങനെയാണ് യെരുശലേമിൽ നിന്ന് കടന്നുപോയ, പലയിടങ്ങളിൽ കടന്നുപോയ, ഈവൻ നമ്മൾ അന്ത്യോക്യ പാരമ്പര്യം ഒക്കെ വളരെ അല്ലേ, കേട്ടിട്ടില്ലേ? അന്ത്യോക്യ പാരമ്പര്യമൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ എവിടെ നിന്ന് വന്നവരല്ലേ. അപ്പോ ഈ അന്ത്യോക്യയെ പോലെ സഭയുണ്ടായത് എവിടെ നിന്ന് അറിയാമോ? യെരുശലേമിൽ നിന്ന് പോയവര് വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി പുസ്തകമുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ. ആ പുസ്തകം ഒന്ന് വായിക്കണം. അവിടെ നിന്ന് പോയ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തതാ? സ്ഥാപിച്ച സഭയാണ് എവിടെ ഉള്ളത്? അന്ത്യോക്യയിൽ പോലും ഉള്ളത്. അതായത് പീഡനത്തിൽ ഭയപ്പെട്ട് വിറങ്ങലിച്ച് ഓടിയ പ്രിയപ്പെട്ടവർ സ്ഥാപിച്ച സഭയാണ് എവിടെ ഉള്ളതെന്ന്? അന്ത്യോക്യ സഭയിലുള്ളത്. The persecutors of the Jerusalem church thought that if they persecuted the Christians in Jerusalem, it would be the end of the faith. But from history, we can see that wherever the persecuted Christians went from the Jerusalem church, they established new churches and works there. And even the great church in Antioch, from which many people claim descent from, even that church was established by believers who fled from Jerusalem church after the death of Saint Stephen. As I mentioned earlier, it is to stabilize the faith of Christians that persecution often arises. ഒരു പോയിന്റ് കൂടെ ഞാൻ എഴുതാത്ത നോട്ട് ചെയ്യാത്ത പോയിന്റ് ഇപ്പൊ കയറി വന്നെന്ന് പറയാം. ദൈവസഭയെ വളർത്തുവാൻ വേണ്ടിയാണ് ഈ പീഡനം ഉണ്ടാകുന്നത്. And I want to add one point which I did not note previously. It is to make the church grow that oftentimes persecution arises. മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭ വളരണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു പ്ലാന്റ് വളരണമെങ്കിൽ വെള്ളവും വെളിച്ചവും വെളിച്ചവും അതിനു വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നത് പോലെ സഭയെ വളർത്തണമെങ്കിൽ മിക്ക പാസ്റ്റർമാരെ കൊണ്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പറ്റുന്നേ? ഹലോ, മിക്ക വിശ്വാസികളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ persecution സംഭവിക്കുന്നത്. Oftentimes persecution arises so that the church will grow, and many a times to grow a church it is difficult for a pastor or a believer, but at the same time when persecution arises the church grows exponentially. ഞാൻ പറഞ്ഞില്ല, ഒന്ന് വിശ്വാസം വർദ്ധിപ്പിക്കാൻ, രണ്ട് സഭ വളരുവാൻ. First to increase the faith, second to increase the church. അതുപോലെ തന്നെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാ. Thirdly, for the glorification of the name of the Lord. നമ്മൾ ഉടനെ ചിന്തിക്കും അവരെ അടിച്ചിട്ട് പിടിച്ചിട്ട് വേണം ദൈവനാമം മഹത്വപ്പെടേണ്ടത്. നമ്മൾ ചിന്തിക്കും, you might think, is it through the tortures of believers that the name of the Lord should be glorified? ശ്രദ്ധിക്കണമേ, സ്തെഫാനോസിന്റെ സംഭവം മുമ്പേ നമ്മൾ പറഞ്ഞ സ്തെഫാനോസിന്റെ സംഭവം ഒന്നുകൂടെ ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ പറഞ്ഞ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് തൻ്റെ വസ്ത്രം ആരെ ഏൽപ്പിച്ചു? ശൗലിനെ ഏൽപ്പിച്ചെന്നാ പറയുന്നത്. ആ നമ്മുടെ വേദപഠിതാക്കൾ പറയുന്നത് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ച് എന്നെ തന്നു, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കൊടുത്ത് നിങ്ങളെല്ലാം കൂടെ എന്നെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് ചെയ്തേക്കല്ലേ കൊന്നു. പക്ഷേ എന്താ പറയുന്നത്, ദൈവം അടുത്ത വേലയ്ക്ക് വേണ്ടി കണ്ടത് ആരെയായിരുന്നു? ആ വസ്ത്രം. വെളിപ്പാടാ കേട്ടോ വസ്ത്രം. If you look at the death of Stephen, we can see that Saul was standing there and he was collecting up all the clothes of people who are doing the stoning. But at the same time, Saul himself would be called to the ministry not too long after. And this is a great point because we can see that even someone who was willing to complicit with the execution came to the faith and glorified the Lord. ആ മരണം കല്ലെറിഞ്ഞുകൊണ്ടുള്ള ഹീനമായ മരണമാണെന്ന് ലോകം ചിന്തിച്ചപ്പോൾ ആ മരണത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി. ആ മരണം പലരെയും ജനിപ്പിക്കുവാൻ, വിശ്വാസത്തിൽ ജനിപ്പിക്കുവാനിടയായി. Even as the world thought that the execution of Stephen was a horrific death, it brought glory to the name of the Lord and it brought many people to the faith. ആമേൻ. ഇത് വലിയൊരു ഇമ്പാക്റ്റ് സഭയ്ക്കകത്ത് ശക്തമായി ഉണ്ടാകുവാനിടയായി. And it created a huge impact within the church. Hallelujah. Hallelujah. ശക്തമായ ഇമ്പാക്റ്റ് ഈ പീഡനങ്ങളൊക്കെ നടക്കുമ്പോൾ സഭയ്ക്കകത്ത് നിന്നുണ്ടാകും ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. കേട്ടോ, ഇന്നലെ ചോദിക്കേ, ഡെവനിലുള്ള നമ്മുടെ ചെറിയ സഭയ്ക്കകത്ത് വരെ ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഛത്തീസ്ഗഡിൽ നടന്ന വിഷയത്തെ ഇമ്പാക്ട് ചെയ്യുവാനിടയായതുപോലെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ലോകമെമ്പാടും ഇത് ഇമ്പാക്ട് ചെയ്യുവാനൊക്കെ വേണം ഇടയായി തീരും. And an instance of persecution arising is impactful throughout churches. Just like we are talking about, just like the persecution in the state of Chhattisgarh is making an impact in this little church in Devon, it will be making a worldwide impact.
ഇത് ലോകം മുഴുവനും, അതായത് ഈ പീഡനം എന്തിനാ അനുഭവിക്കുന്നത്? ലോകം മുഴുവൻ, മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവനും സുവിശേഷം വ്യാപരിക്കാൻ വേണ്ടിയാ. Why is this persecution arising? So that the gospel might be spread throughout the world. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിതറിപ്പോയവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് പോയി ആ പോയ വഴികളിലെല്ലാം സഭകൾ ഉണ്ടാകുവാനിടയായി. Those who were scattered due to persecution established churches, and because of that the gospel spread. ഹല്ലേലൂയ. Hallelujah. അവസാനത്തെ ആ ഒരു പോയിന്റിലുള്ള സബ് പോയിന്റ്, ലാസ്റ്റിലെ സബ് പോയിന്റ് എന്ന് പറയുന്നത് ടു മേക്ക് us ലൈക്ക് എ ജീസസ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ ക്രിസ്തുവിന്റെ, ഇന്നലെ നമ്മൾ എന്തോ കേട്ടെ പറഞ്ഞേ, ക്രിസ്തുവിന്റെ ഭാവം. ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമ്മെ മോൾഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? It's a persecution. So the persecution that arises for a Christian is sometimes a method through which the Lord molds someone into the image of Jesus. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. Philippians chapter 3 verse 10 please. ഇല്ലേ, വായിച്ചു. അവന്റെ മരണത്തോടനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തെയും ശക്തിയെയും കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും നിങ്ങൾ ബാക്കി ഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഇന്നലത്തെ വാക്യവുമായി ചേർത്ത് നമ്മൾ ചിന്തിക്കണം. എന്തിനാ സഭയ്ക്കകത്ത് പീഡനം ഉണ്ടാകും ചോദിച്ചാൽ നമ്മുടെ ഈ ഗർവിനെയും, അല്ലേ അച്ചായന്മാർ, അല്ലേ അല്ലേ അമ്മാമ്മമാർ, ഗർവില്ലേ നമുക്ക്, ആ ഗർവൊക്കെ ഒന്ന് ഉടച്ച് നമ്മളെ ഒന്ന് എന്ത് ചെയ്യാനായിട്ടാണ്, ഒന്ന് നമ്മുടെ ക്രിസ്തുവിൻ്റെ ഭാവം എന്താണ് ഇന്നലെ നമ്മൾ കേട്ടു, അതൊക്കെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഒന്നുണ്ടാകുവാൻ വേണ്ടിയാണ്. So oftentimes persecution arises to demolish the pride that is in each one of us, and to make sure that we put on the same spirit that is in Jesus Christ. നമുക്ക് തിരുമേശ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I am closing here because we have the Lord's table before us. ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, പിന്നീട് ഞാൻ പറഞ്ഞോളാം. There are many other things I want to add, but I will come to that later. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുവാ? So what can we do today? ഈ ദിവസങ്ങളിൽ സഭ ദൈവവചനത്തിൽ അടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. Today the church must come close to the scriptures again. ഉറങ്ങിക്കിടക്കുന്ന സഭകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുവാൻ ഇടയാകട്ടെ. If it's a slumbering church, let the slumbering church wake up. ഹല്ലേലൂയ. Hallelujah. മറ്റ് ആദിമ സഭ ചെയ്തതുപോലെ ഒരു അതാണ് തമ്മിൽ ഭിന്നിച്ചു നിൽക്കാതെ കരത്തോട് കരം ചേർത്ത് നിൽക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. Let the Lord help each one of us to stand in unity rather than standing in disunity. പെർസിക്യൂഷനിലേക്ക് നോക്കാതെ, പ്രതികൂലത്തിലേക്ക് നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. Let us look to the face of the Lord rather than to the face of the persecution. പെർസിക്യൂഷൻ നിമിത്തം ഭയത്തിലായിരിക്കുന്ന സഭകളെ ഈ ദിവസം ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. May the Lord raise up the churches that are in fear of persecution. പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തെ ഫോളോ ചെയ്യുവാൻ ഇടയാകട്ടെ. May the Lord give them strength to follow the Lord even in the midst of persecution. ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞതുപോലെ എത്ര വലിയ വ്യക്തികളുടെ മുമ്പിലും സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാനുള്ള ധൈര്യം ദൈവജനത്തിന് ദൈവം കൊടുക്കുവാനിടയാകട്ടെ. May the Lord give the believers who are being persecuted to stand even before VIPs and say, I am not ashamed about the gospel. വെളിപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്, be faithful even to the death. മരണം വരെയും വിശ്വസ്തരായിരിപ്പാൻ. വഴിയിൽ വെച്ച് നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കാതെ, പ്രശ്നം വരുമ്പോൾ കർത്താവിനെ ഉപേക്ഷിക്കാതെ മരണം വരെയും വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. May the Lord give us the strength to be faithful until death, as we read in the book of Revelation. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? So what can we do? Let's pray for the missionaries. Let's pray for the missionaries who are going through persecution. അതുപോലെ കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for the believers who are going through persecution. നോർത്തിലും നോർത്ത് ഈസ്റ്റിലുമുള്ള എല്ലാ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for the churches in the north and northeast of India. സൗത്ത് ഇന്ത്യയിൽ പ്രശ്നം അനുഭവിക്കുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for churches in South India who are going through difficulties. മിഷണറിമാരെ നമുക്ക് സഹായിക്കാം. Let's help the missionaries. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. Let us walk with the Lord. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമല്ലോ. Let us all stand up in the presence of the Lord. ഹല്ലേലൂയ. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. Let's pray for them for a moment. നോർത്ത് വേല ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. Let's pray for those who are doing ministry in the north of India. നമ്മളെ കൊണ്ട് at this moment ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക.
right now we can only do this one thing, which is to pray. യേശു ദൈവസഭയുടെ പ്രാർത്ഥന ഒരുമിച്ചായപ്പോൾ കാരാഗൃഹത്തിൽ കിടന്ന ദൈവദാസൻ പുറത്തു വരുവാനൊക്കെ വേണം ഇടയായി തീർന്നു. As the church prayed with one accord, the apostle who was in prison came out. Praise the Lord. Hallelujah. പൊളിറ്റിക്കൽ സമ്മർദ്ദം കൊണ്ട് ചില സഹോദരിമാർ പുറത്തു വന്നുവെങ്കിലും പുറത്തു വരാതെ അകത്ത് കിടക്കുന്ന അനേക ദൈവദാസന്മാർ ദൈവമക്കൾ നമുക്കുണ്ട്. There are even if two people came out of prison because of political connections, there are many people without connections who are still in prison. നമുക്ക് ദൈവം പ്രാർത്ഥിക്കാമല്ലോ. Let's pray. നോർത്തിൽ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചാട്ടെ. Let's pray for those who are doing ministry in the north of India. നോർത്തിൽ കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. Let's pray for believers in the north of India who are being persecuted. ആരാധിക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പല വില്ലേജുകളിലും ഹല്ലേലൂയ പല ഇടങ്ങളിലും ഒരു മരത്തിന്റെ തണലിൽ ആരാധിക്കുന്ന കൂട്ടങ്ങളുണ്ട്. There are many gatherings of believers who do not even have a shack to pray in. പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray sincerely. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, Our Father in heaven, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. I once again give ourselves into your hand. പ്രത്യേകിച്ച് കർത്താവേ നോർത്തിൽ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for those who are doing ministry in the north of India. സുവിശേഷ നിമിത്തമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു കർത്താവേ. Lord, we have much freedom regarding our religion. സുവിശേഷത്തെ അറിയിക്കുവാൻ ഒത്തിരി ഫ്രീഡം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് കർത്താവേ. Lord, you have given us many opportunities and freedom to preach the gospel. ഒരു യേശു എന്ന വാക്ക് പറയാൻ പോലും ഹല്ലേലൂയ പറ്റാത്ത ഇടങ്ങളുണ്ട് കർത്താവേ. But yet there are people who do not have the freedom to say even the word Jesus. സുവിശേഷകർക്ക് പ്രവേശനമില്ലാത്ത വില്ലേജുകളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. We pray for those people who do not have access to any village to preach the gospel. ഹല്ലേലൂയ. നിന്നയും പരിഹാസവും ദുഷിയുമായി ജീവിക്കുന്ന ദൈവമക്കളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. There are many people who are being mocked and going through suffering because of your name. ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. Lord, we are praying for those who are going through physical and mental torture for your sake. ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ As we pray, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമേ. Lord, let your presence come down. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ As we pray, ദൈവകൃപ ഇറങ്ങണമേ. let your grace come down. നോർത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray for North India. നോർത്ത് ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray for Northeast India. സൗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. We pray for South India. സുവിശേഷം വ്യക്തമായി പ്രചരിക്കപ്പെടുവാൻ So that the gospel may be spread. ശക്തമായ സാന്നിധ്യം കർത്താവ് ഒരുക്കണമേ. Let your presence come down. സാഹചര്യങ്ങൾ ദൈവം ഒരുക്കണമേ. Let the circumstances be made ഞങ്ങൾ ready. ദൈവസഭയായി പ്രാർത്ഥിക്കുന്നു. We pray as one church. പ്രാർത്ഥനകളായി സ്തോത്രം. Thank you for hearing our prayer. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ഈ വചനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us by these words. സാമനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.